കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. ഇപ്പോൾ സെപ്റ്റംബർ 18-ന് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ടാകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ഓണം എക്സാം 2024 ക്ലാസ് 5 സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രം എക്സാം ആയിരുന്നു അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം? വളരെ എളുപ്പമായിരുന്നു, കാരണം ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാം അറ്റൻഡ് ചെയ്തില്ലേ? യെസ്, ഓക്കെ. ഇപ്പോൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അറിയണ്ടേ? നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ പിക്ചർ. ആക്ടിവിറ്റി 1, ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ ഒബ്സർവ് ചെയ്യുക. എന്തൊക്കെ കാണുന്നുണ്ട്? മൗണ്ടെയിൻസ്, സ്കൂൾസ്, പിന്നെ അതുപോലെ എന്താണ്, പാടങ്ങൾ കാണുന്നുണ്ട്, മാർക്കറ്റ് ചന്തകൾ കാണുന്നുണ്ട്, പോണ്ട് കുളം കാണുന്നുണ്ട്. അപ്പോൾ ഇത് പീലിയുടെ വില്ലേജ് ആണല്ലേ, കണ്ടുവല്ലോ. റൈറ്റ് ഡൗൺ എനി 3 പെക്യുലാരിറ്റീസ് ഓഫ് ദ വില്ലേജ് ഫ്രം ദ പിക്ചർ. 3 കാര്യങ്ങൾ ആ പിക്ചറിൽ നിന്ന് കണ്ടെത്തി എഴുതുക. അത് നിങ്ങളുടെ ഐഡിയയിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ലുക്ക് ദ മാർക്കറ്റ് ഇൻ പീലീസ് വില്ലേജ്. പീലിയുടെ വില്ലേജ് മാർക്കറ്റ് കണ്ടല്ലോ. വാട്ട് ആർ ദ വേസ് ഇൻ യുവർ വില്ലേജ് ടു എക്സ്ചേഞ്ച് ഗുഡ്സ്. ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ, സാധനങ്ങൾ കൈമാറ്റം ചെയ്യാൻ നിങ്ങളുടെ വില്ലേജിൽ എന്തൊക്കെയാണ് ഉള്ളത്? മാർക്കറ്റുണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്, ഡയറക്റ്റ് എക്സ്ചേഞ്ച് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യാം, ഒത്തിരി കാര്യങ്ങളുണ്ട് അല്ലേ? നിങ്ങൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. റൈറ്റ് എനി 2, 2 എഴുതിയാൽ മതി. അത് നിങ്ങളുടെ ഓപ്ഷനായിരുന്നു, നിങ്ങൾ കണ്ടെത്തി എഴുതാനുള്ളതായിരുന്നു. ആക്ടിവിറ്റി 2 നോക്കാം. യൂസ് ഓഫ് ഫയർ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലാൻഡ്മാർക്ക് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹ്യൂമൻ ഫുഡ് പാറ്റേൺ. മനുഷ്യരുടെ ഫുഡ് പാറ്റേണിൽ, ആഹാര രീതിയിൽ തീ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ഫുഡ് പാറ്റേൺ ഓഫ് ഹ്യൂമൻ ബീങ്സ് ആഫ്റ്റർ യൂസിങ് ഫയർ ഫോർ കുക്കിംഗ്. തീ ഉപയോഗിച്ച് കുക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഇതിൽ ഉൾപ്പെടാത്തത് ഏത്, ഇൻക്ലൂഡ് ആകാത്തത് ഏത്? കുക്ക് ആൻഡ് ഈറ്റ്, കുക്ക് ചെയ്യുക, കഴിക്കുക. റോസ്റ്റ് ആൻഡ് ഈറ്റ്, റോസ്റ്റ് ചെയ്യുക, എടുത്ത് കഴിക്കുക. ബോയിൽ ആൻഡ് ഈറ്റ്, വേവിക്കുക, കഴിക്കുക, വറുക്കുക, കഴിക്കുക, പാകം ചെയ്യുക, കഴിക്കുക. ഈറ്റ് റോ, പച്ചയ്ക്ക് കഴിക്കുക. ഏതാണ്? ഈറ്റ് റോ. നമ്മൾ കിട്ടുന്നത് പോലെ കഴിക്കുന്ന രീതി മാറിയല്ലേ? അത് പിന്നെ തീ ഉണ്ടാക്കിയതിന് ശേഷം, തീ കണ്ടുപിടിച്ചതിന് ശേഷം അങ്ങനെ ചെയ്യാറില്ല. ഇതായിരുന്നു ആൻസർ. ബി ക്വസ്റ്റ്യൻ, ഒബ്സർവ് ആൻഡ് അറേഞ്ച് ദ കൺസെപ്റ്റ് മേപ്പ് റിലേറ്റഡ് ടു ദ നോമഡിക് മാൻസ് യൂസേജ് ഓഫ് ഫയർ. അപ്പോൾ ഫയർ യൂസ് ചെയ്ത് തുടങ്ങി, അത് എങ്ങനെയാണ് യൂസ് ചെയ്ത് തുടങ്ങിയത്, യൂസ് ഓഫ് ഫയർ, അതിൻ്റെ കറക്റ്റ് മാപ്പ് എഴുതുക, അറേഞ്ച് ചെയ്ത് എഴുതുക. ഇതിൽ ആദ്യം ചെയ്തത് ഏതാണ്? ആദ്യം ചെയ്തത് ഏതാണ്? ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട്. ദേ ഏറ്റ് ദ ബേൺ മീറ്റ് ഓഫ് ഡെഡ് അനിമൽസ് ഇൻ വൈൽഡ് ഫയർ. എന്താണ്, തീപിടുത്തം ഉണ്ടല്ലോ വനത്തിൽ, ആ തീപിടുത്തത്തിൽ മരിച്ച മൃഗങ്ങളെ എന്ത് ചെയ്യാൻ തുടങ്ങി? അതിനെ കഴിക്കാൻ തുടങ്ങി. അതാണ് ഒന്നാമത് ചെയ്തത്. രണ്ടാമത് അവർ എന്താ ചെയ്തേ? ലേൺ ടു യൂസ് ഫയർ ഇൻ എ കൺട്രോൾ മാനർ. തീ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ അവർ പഠിച്ചു. മൂന്നാമതോ, ദേ സ്റ്റാർട്ട് ടു കുക്ക് ഫുഡ്. ആഹാരം പാകം ചെയ്യാൻ തുടങ്ങി. നാലാമതോ, അവർ എന്താ? ബിഗിൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് റൂട്ട്സ് ആൻഡ് ട്യൂബേഴ്സ്. കിഴങ്ങ് വർഗ്ഗങ്ങളും വേരുകളും ഒക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ഇതുപോലെ റോസ്റ്റ് ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അഞ്ചാമത് എന്ത് ചെയ്തു? ബിഗിൻ ടു റോസ്റ്റ് ആൻഡ് ഈറ്റ് ഫിഷ്, മീറ്റ് എക്സെട്ര. അപ്പോൾ ഇത് 1, 2, 3, 4, 5 ഈ ഒരു ഓർഡറിൽ എഴുതുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗോഡൗൺ ഉണ്ട്, സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. സൂപ്പർ മാർക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗോഡൗണിൽ നിന്നാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക? ആൾക്കാർക്ക് കാണാനായിട്ട് വയ്ക്കുക. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഷോയിങ് ദ സ്റ്റോറേജ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ടുഡേ. സ്റ്റോർ ചെയ്യുന്നു, ആൾക്കാർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവയ്ക്കുന്നു. വാട്ട് വെയർ ദ വേസ് ഇൻ വിച്ച് നോമാഡ്സ് യൂസ് ടു സ്റ്റോർ എക്സസ് ഫുഡ്? പ്രിപ്പയർ എ നോട്ട്. അറിയാലോ, ആദിമ മനുഷ്യർ ആ ഒരു ഫുഡ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് മൺപാത്രം ചക്രം കണ്ടുപിടിച്ചപ്പോൾ വഴിത്തിരിവായി. അവർ മൺപാത്രത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? സൂക്ഷിക്കാൻ തുടങ്ങി. തോല് കൊണ്ടുള്ള അതിൽ സൂക്ഷിക്കാൻ തുടങ്ങി. അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്.
അത് നോട്ട് തയ്യാറാക്കാനായിരുന്നു. ബി ക്വസ്റ്റ്യൻ, നെയിം ദ മാനർ ഇൻ വിച്ച് ഗുഡ്സ് വെയർ എക്സ്ചേഞ്ച് ബിഫോർ ദ കോയിൻ സിസ്റ്റം കെയിം ടു എക്സ്റ്റെൻസ്. കോയിൻ സിസ്റ്റം വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു ഫുഡ് എക്സ്ചേഞ്ച് ചെയ്തത്? അതിന് പറയുന്ന പേരെന്തായിരുന്നു? ബാർട്ടർ സിസ്റ്റം. എന്തായിരുന്നു? ബാർട്ടർ സിസ്റ്റം. ആക്ടിവിറ്റി 4, ഡോക്ടറിൻ്റെ പിക്ചർ ഉണ്ട്, കൺസ്ട്രക്ഷൻ വർക്കർ, ടീച്ചർ, പോലീസ്, വുഡ് കട്ടർ, ഹെഡ് വർക്കർ. അപ്പോൾ ഇത്രയും ആൾക്കാരുണ്ട് അല്ലേ? ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ആൻഡ് ലിസ്റ്റ് ദ പേഴ്സൺ ഹൂ ആർ എൻഗേജ്ഡ് ഇൻ മന്ത്ലി വേജസ് ആൻഡ് ഡെയിലി വേജസ് എംപ്ലോയ്മെൻറ്റ്. ഇതിൽ ദിവസക്കൂലി വാങ്ങുന്നവർ ആരൊക്കെ, മാസക്കൂലി വാങ്ങുന്നവർ ആരൊക്കെ? അത് ശമ്പളം കിട്ടുമല്ലോ, പൈസ കിട്ടുമല്ലോ, സാലറി കിട്ടുമല്ലോ. അപ്പോൾ മാസത്തിൽ സാലറി കിട്ടുന്നവരാരൊക്കെ, ദിവസം അന്നുള്ള ജോലി ചെയ്ത് സാലറി പൈസ വാങ്ങുന്ന കൂലി വാങ്ങുന്നവർ ആരൊക്കെ? മന്ത്ലി വേജസ് ആരൊക്കെ വാങ്ങുന്നു? അതിൽ പോലീസ്, ഡോക്ടർ, ടീച്ചർ, ഇവർ മന്ത്ലി വേജസ് ആണ്. ഡെയിലി വേജസ് ആരൊക്കെയുണ്ട്? വുഡ് കട്ടർ, ഹെഡ് വർക്കർ, കൺസ്ട്രക്ഷൻ വർക്കർ, ഇവർ എന്താണ്? ഡെയിലി വേജസ് ആണ്. വാട്ട് ഡു യു മീൻ ബൈ എംപ്ലോയ്മെൻറ്റ്? പ്രിപ്പയർ എ ഷോർട്ട് നോട്ട്. നമുക്കറിയാം അല്ലേ, ഒരു പേഴ്സൺ എന്താണ് സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടാണ് തൊഴിൽ ചെയ്ത് നേടുന്നതാണ് എംപ്ലോയ്മെൻറ്റ്, തൊഴിൽ നേടുന്നതാണ്. അത് നമ്മൾ പഠിച്ചു. സെലക്ട് ദ വേർഡ് ദാറ്റ് റിഫേഴ്സ് ടു ദ ഇൻകം ഫ്രം സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്. സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഇൻകം കിട്ടുന്നതിന് പറയുന്ന പേരെന്ത്? ഇൻട്രസ്റ്റ് ആണോ, സാലറി ആണോ, പ്രോഫിറ്റ് ആണോ, ഡിവിഡൻഡ് ആണോ? പ്രോഫിറ്റ്. Then activity 5, Peely, without good network coverage and Wi-Fi connectivity, how will you play a game? How do you be happy without games? If you were in the city, you could have done many things. പീലിയോട് പറയാണ്, പീലി വിത്തൗട്ട് ഗുഡ് നെറ്റ്വർക്ക് കവറേജ് ഇല്ല, വൈഫൈ കണക്ടിവിറ്റി ഇല്ല, പിന്നെ അവർ എങ്ങനെ കളിക്കും? കളിക്കാതെ അവർക്ക് എങ്ങനെ സന്തോഷമായിട്ടിരിക്കാൻ പറ്റും? ഇഫ് യു വെയർ ഇൻ ദ സിറ്റി യു കുഡ് ഹാവ് ഡൺ മെനി തിങ്സ്. സിറ്റിയിലായിരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കിട്ടിയേനെ. ഐ തിങ്ക് ദിസ് പ്ലേസ് ഈസ് മോർ ഇൻട്രസ്റ്റിംഗ് ദാൻ ദ സിറ്റി. അപ്പോൾ ഈ കുട്ടി പറയാണ്, സിറ്റിയേക്കാളും കൂടുതൽ ഈ സ്ഥലമാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയുകയാണ്. ഹാവിൻ യു സീൻ ദ എൻ്റർടൈൻമെൻറ്റ്സ് ഇൻ പീലീസ് വില്ലേജ്? പീലിയുടെ വില്ലേജിൽ എൻ്റർടൈൻമെൻറ്റ് കണ്ടില്ലായിരുന്നോ? ലിസ്റ്റ് ദ നെയിം ഓഫ് എൻ്റർടൈൻമെൻറ്റ് ഇൻ യുവർ വില്ലേജ്. നമ്മുടെ നാട്ടിലെ എൻ്റർടൈൻമെൻറ്റ്സ് എന്തൊക്കെയാണ്? ഉത്സവങ്ങളുണ്ട്, പുഴയിൽ കളിക്കാൻ പോകുന്നുണ്ട്, ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുന്നുണ്ട്, പാടത്ത് പോകുന്നതുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ? അതൊക്കെ എന്ത് ചെയ്യാം? എഴുതാം. കമ്പയർ ദ ഓൺലൈൻ ഗെയിംസ് ആൻഡ് ദ എൻ്റർടൈൻമെൻറ്റ്സ് യു ഹാവ് സീൻ ഇൻ പീലീസ് വില്ലേജ്. മേക്ക് എ നോട്ട് ഓൺ ഇറ്റ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. മെറിറ്റ്സും ഡിമെറിറ്റ്സും എഴുതുക. ഓൺലൈൻ ഗെയിംസും എൻ്റർടൈൻമെൻറ്റ്സും അത് കമ്പയർ ചെയ്തിട്ട് നല്ല വശങ്ങൾ എഴുതണം, മോശം വശങ്ങൾ എഴുതണം. 6ാമത്തെ ആക്ടിവിറ്റി, കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു ക്ലോത്ത് മാനുഫാക്ചറിങ് സെക്ടർ. ക്ലോത്ത് മാനുഫാക്ചറിങ് സെക്ടറിലുള്ള മാപ്പാണ്. ഫൈബേഴ്സ് യൂസ് ടു മേക്ക് ക്ലോത്ത്സ് ഉണ്ടാക്കാൻ വേണ്ടി ഫൈബേഴ്സ് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്? നാച്ചുറൽ ഫൈബർ ഉണ്ട്, സിന്തറ്റിക് ഫൈബർ ഉണ്ട്. നാച്ചുറൽ ഫൈബേഴ്സിൽ ഏതൊക്കെയുണ്ട്? അനിമൽ ഫൈബേഴ്സ് ഉണ്ട്, പ്ലാന്റ് ഫൈബേഴ്സ് ഉണ്ട്. സിന്തറ്റിക് ഫൈബേഴ്സിൽ പോളിസ്റ്ററും നൈലോണും വരും. അനിമൽ ഫൈബേഴ്സിൽ ഏതൊക്കെ വരും? വൂൾ വരും, സിൽക്ക് വരും, പ്ലാന്റിൻ്റെ കോട്ടൺ, ജൂട്ട് വരും. അപ്പം ഇങ്ങനെയായിരുന്നു ആൻസർ. എഴുതി കാണുമല്ലോ. അതിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്, നെയിം ദ ഹാൻഡ്ലൂം സെൻറ്റർ ഇൻ കേരള. കേരളത്തിലെ ഹാൻഡ്ലൂം സെൻറ്ററിൻ്റെ പേര് എഴുതുക. ഏതാ? ബാലരാമപുരം. എല്ലാവരും എഴുതിയല്ലോ. ആക്ടിവിറ്റി 7, കംപ്ലീറ്റ് ദ ഐഡൻറ്റിറ്റി കാർഡ് ഗിവൺ റിലേറ്റഡ് ടു ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസിൻ്റെ ഈ ഐഡൻറ്റിറ്റി കാർഡ് കംപ്ലീറ്റ് ചെയ്യുക. എ പാർട്ടാണ്. ഇത് പൈനാപ്പിൾ ആണ്. പൈനാപ്പിൾ എവിടെ നിന്നാണ് വന്നേ? അമേരിക്ക. നമ്മളത് പഠിച്ചതാണ് അല്ലേ? അമേരിക്ക എന്നാണ് പൈനാപ്പിൾ ഇറക്കുമതി ചെയ്തത്. ഓക്കെ. അതിൻ്റെ ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. മേക്ക് എ ടേബിൾ ഓഫ് ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് കെയിം ടു ഇന്ത്യ ആസ് പാർട്ട് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസ് എക്സ്ചേഞ്ച് ചെയ്തതിലൂടെ ഇന്ത്യയിലേക്ക് വന്ന ഐറ്റംസ് ഏതൊക്കെ? നമ്മൾ ഇന്നലെ പഠിച്ചു. മെക്സിക്കോയിൽ നിന്ന് വന്ന എന്തുണ്ട്? ഗുവയുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്നതുണ്ട്, പഠിച്ചില്ലേ? ബ്രസീലിൽ നിന്ന് വന്നതുണ്ട്. ടപ്പിയോക്ക, കാഷ്യൂനട്ട് ബ്രസീലിൽ നിന്ന് വന്നു. നമ്മൾ അമേരിക്കയിൽ നിന്ന് ഏതൊക്കെ വന്നു? പപ്പായ വന്നു, പൊട്ടാറ്റോ വന്നു, പൈനാപ്പിൾ വന്നു. അതങ്ങ് എഴുതുക. കാഷ്യൂനട്ട്, ഗുവ, പൊട്ടാറ്റോ, പപ്പായ. ഇന്നലെ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എക്സാം വളരെ ഈസി ആയിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈസി ആയിരുന്നില്ലേ? അപ്പോൾ അടുത്ത ക്ലാസ് നമുക്ക് വൈകിട്ട് കാണാം. നാളത്തെ എക്സാമിനുള്ള ക്ലാസ് കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ സ്പെഷ്യൽ കോഴ്സസ് നിങ്ങൾക്കറിയാം. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ കിഡ്സ് ഏരിയ ഓൺലൈൻ ലൈവായിട്ട് ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്, ക്ലാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ആണ്, സാറ്റർഡേ എക്സാം ആണ്. എല്ലാ സാറ്റർഡേയ്സിലും വീക്ക്ലി എക്സാം ആണ്. അപ്പോൾ സെപ്റ്റംബർ 18-ന്
ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആവുകയാണ്. സെപ്റ്റംബർ 18-നാണ് നെക്സ്റ്റ് ടേം 2 ക്ലാസ് സ്റ്റാർട്ട് ആകുന്നത്. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്.